അതെ അതെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു മഞ്ജു ചേച്ചിയെ കാണണമെന്നുള്ളത്. ആ സിനിമ നഷ്ടമായതുകൊണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഫ്ലവേഴ്സ് ഒരു കോടി ശ്രീകണ്ഠൻ നായർ സാർ ചെയ്യുന്നൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു പ്രോഗ്രാം അത് പങ്കെടുക്കാനായിട്ട് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ ഓണ പ്രോഗ്രാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ രാവിലത്തെ എപ്പിസോഡ് മഞ്ജു വാര്യരാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ എല്ലാവരും ചോദിച്ചു മഞ്ജു ചേച്ചി ഒന്ന് കാണാൻ പറ്റുമോ? കുഴപ്പമില്ല, മഞ്ജു വന്നു. മഞ്ജു വരുമ്പോഴത്തേക്കിന് മഞ്ജു ചേച്ചിയുടെ എപ്പിസോഡ് കഴിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ സാധാരണ ഒരു ടെലിവിഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഞാൻ എന്നെ അങ്ങനെ കാണുന്നുള്ളൂ. ഞാനൊരു വലിയ ആളാണെന്നുള്ള രീതിയിൽ ഇന്ന് വരെയും ഞാൻ നിന്നിട്ടില്ല. വളരെ സാധാരണക്കാരിയായിട്ട് തന്നെയാണ് ഇപ്പോഴും പോകുന്നതും സംസാരിക്കുന്നതും നടക്കുന്നതും ഒക്കെ. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് ചേച്ചിയുടെ എപ്പിസോഡ് കഴിഞ്ഞ് ചേച്ചി ഇറങ്ങി. അപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ ബഹളം വെക്കുന്നു. അപ്പൊ ഞാൻ അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പൊ എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്നു, ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ ചേച്ചി എന്നെ കണ്ട വരെ ഹായ് എന്ന് കാണിച്ചു. അയ്യോ, എനിക്ക് ഭയങ്കര സ്വർഗം കിട്ടിയൊരു സന്തോഷമായിരുന്നു. കാരണം മഞ്ജു ചേച്ചിയൊക്കെ നമ്മളെ കണ്ടപ്പോൾ അറിയുന്നു എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമുള്ള കാര്യം. ചേച്ചി ചേർത്ത് വിളിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും ഞാൻ ആ ഫോട്ടോ. നമ്മുടെ കേരള ബമ്പർ ലോട്ടറി മഞ്ജു വിജീഷിനാണ് അടിച്ചതെങ്കിൽ എന്ത് ചെയ്യുക ക്യാഷ് ഉപയോഗിച്ച്? കൊറേ ലോട്ടറി എടുക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ ആദ്യമേ പറഞ്ഞു ഞാനൊരു സാധാരണക്കാരിയാണ്. എനിക്ക് ശരിക്കും സ്വന്തമായിട്ട് വീട് പോലും ആയിട്ടില്ല ഇതുവരെ. അപ്പോൾ എന്റേതായിട്ടുള്ള കുറെ അധികം കാര്യങ്ങളുണ്ട്, കുറച്ച് ബാധ്യതകളുണ്ട്. ഫാമിലി ആണെങ്കിലും ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പം നമ്മുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ, പിന്നെ ഇല്ലെങ്കിൽ പോലും കുറെ അനാഥാലയങ്ങൾ അങ്ങനെയുള്ള കുറെ ചെറിയ 500 രൂപയുള്ളൂ എങ്കിൽ പോലും കൊടുക്കാറുണ്ട്. പല ആൾക്കാരും സഹായങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ മലനാട് ടിവിയുടെ കുറെ പ്രോഗ്രാംസിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഒരുവിധം കുറെ ആൾക്കാർ വന്ന് പങ്കെടുത്തൊരു പ്രോഗ്രാം ആയിരുന്നു അത്. സ്വപ്നച്ചെറുകം അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു അതിന്റെ പേര്, ഞാൻ വിട്ടുപോയി, കുറെ വർഷമായി.